ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുവായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു അദൃശ്യ ശക്തി കാവൽ നിൽക്കുന്നുണ്ടെന്ന്? ഒറ്റരാത്രി കൊണ്ട് കോടീശ്വരനാകാൻ കൊതിക്കുന്നവർ ആദ്യം തേടിയെത്തുന്നത് പെരിങ്ങോട്ടുകരയിലേക്കാണ്. ആരും കൊതിക്കുന്ന പണം, പദവി, പ്രതാപം. ശ്രീ വിഷ്ണുമായ സ്വാമി കനിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പക്ഷേ ആ കരാർ തെറ്റിച്ചാലോ? കൊടുത്ത കൈകൊണ്ടു തന്നെ അത് തിരിച്ചെടുത്താൽ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരും പറയാൻ മടിക്കുന്ന ആ സത്യത്തെക്കുറിച്ചാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെല്ലാം സത്യമാണോ എന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തെ രമേശൻ എന്ന് വിളിക്കാം. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർക്കാരിൻ്റെ ശമ്പളം തികയാതെ വന്നപ്പോൾ രമേശൻ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ചാത്തൻ സേവ. രമേശന് ജോലിയിൽ സ്ഥാനക്കയറ്റവും ഒരുപാട് പണവും വന്നെത്തി. പക്ഷേ രമേശൻ വിഷ്ണുമായ സ്വാമിയെ മാത്രം മറന്നു. അദ്ദേഹത്തിന് ജോലിയിൽ വിരമിച്ചതിനു ശേഷം സമാധാനമുണ്ടായിട്ടില്ല. മകന് മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. അവസാനം രമേശൻ്റെ പരസ്ത്രീ ബന്ധവും ഭാര്യ കണ്ടുപിടിച്ചു. ആ ദേഷ്യത്തിൽ വീട് വിട്ടിറങ്ങിയ രമേശൻ ഇന്ന് ഒരു അനാഥനെ പോലെ എവിടെയോ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഒരു സുഹൃത്താണ് വിൽസൺ. 2 വർഷം മുൻപ് വരെ കടം കയറി ആത്മഹത്യയുടെ വക്കിലായിരുന്നു രഘു. അവസാന ശ്രമമെന്ന നിലയിലാണ് അദ്ദേഹം വിഷ്ണുമായ സേവ തുടങ്ങിയത്. പിന്നെ സംഭവിച്ചത് മാജിക് അല്ല, അത്ഭുതമാണ്. തടസ്സങ്ങൾ മഞ്ഞ് പോലെ ഉരുകി, തൊട്ടതെല്ലാം പൊന്നായി. പുതിയ കാർ, വലിയ വീട്, നാട് മുഴുവൻ വിൽസനെ കണ്ട് അസൂയപ്പെട്ടു. വിഷ്ണുമായ ചാത്തൻ അന്ന് വിൽസനൊപ്പം ഉണ്ടായിരുന്നു, ഒരു നിഴൽ പോലെ. പക്ഷേ മനുഷ്യനാണല്ലോ. അഹങ്കാരം വരാൻ ഒട്ടും താമസിച്ചില്ല. സമ്പത്ത് വന്നപ്പോൾ വിൽസൺ വിചാരിച്ചു, ഇതൊക്കെ എൻ്റെ കഴിവാണ് എന്ന്. മാസങ്ങൾ കഴിഞ്ഞു. പൂജകൾ മുടങ്ങി. വിളക്ക് തെളിയിക്കാൻ പോലും സമയം കിട്ടാതായി. അവിടെ തുടങ്ങി വിഷ്ണുമായയുടെ കോപം. ആദ്യം ബിസിനസ്സിൽ രാത്രി 12 മണിക്ക് വീട്ടിൻ്റെ മേൽക്കൂരയിൽ ആരോ കല്ലെറിയുന്ന ശബ്ദം. വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. ഭാര്യയ്ക്ക് മാറാത്ത അസുഖങ്ങൾ. കുട്ടികൾ പേടിച്ചു കരയുന്നു. വീട്ടിനകത്ത് ആരോ നടക്കുന്ന ശബ്ദം. ചിലപ്പോൾ ഒരു ചിരി. കൊടുത്ത ഐശ്വര്യം അതേ വേഗത്തിൽ തിരിച്ചുപോയി. അവഗണിച്ചാൽ കുട്ടിച്ചാത്തൻ വെറുമൊരു കുട്ടിയല്ല, സംഹാരമൂർത്തിയാണെന്ന് വിൽസൺ വെളിപ്പൂർത്തിയാണെന്ന് വിൽസൺ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. സുഹൃത്തുക്കളെ, വിഷ്ണുമായ എന്നത് ഒരു തീയാണ്. അത് വീട്ടിന് വെളിച്ചം തരും, ഭക്ഷണം പാകം ചെയ്യാം. പക്ഷേ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അത് വീട് കത്തിച്ചു കളയും. ഭക്തിയുണ്ടോ? ചിട്ടയുണ്ടോ? എങ്കിൽ മാത്രം ഈ വഴി തിരഞ്ഞെടുക്കുക. പാതി വഴിയിൽ ഉപേക്ഷിച്ചാൽ നഷ്ടപ്പെടുന്നത് പണം മാത്രമല്ല, നിങ്ങളുടെ സമാധാനം കൂടിയായിരിക്കും. ഇനി പറയൂ, നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആ അദൃശ്യ ശക്തിയെ അനുഭവിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. കാണാം അടുത്ത വീഡിയോയിൽ. നന്ദി.